ഗാസ സമാധാന ഉച്ചകോടി കഴിഞ്ഞു. ആ സമാധാന ഉച്ചകോടിയിൽ വളരെ കൃത്യമായൊരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ ഇന്ത്യ നടപ്പിലാക്കി. അത് ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയോ ഒന്നും അവിടെ പോയില്ല. പകരം വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറിൻ്റെ വളരെ ജൂനിയറായിട്ടുള്ള ഈ കീർത്തിവർദ്ധൻ സിംഗ് അദ്ദേഹമാണ് അവിടെ പോയത്. സഹമന്ത്രി അദ്ദേഹമാണ് ചെല്ലുന്നതും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പിന്നിൽ ഒരു വലിയ രഹസ്യം ഒളിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ മധുരകരമായിട്ടുള്ള ഒരു പ്രതികാരം കൂടി അതിനകത്ത് മോദി നൽകുന്നുണ്ട്. ആ മോദിയുടെ മധുര പ്രതികാരം എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൂടെ സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ ആ നൽകുന്നത്? 100%. തന്നെയല്ലേ, വിളിക്കാൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഉള്ള സമയം നമുക്ക് തന്നില്ല. ശനിയാഴ്ചയാണ് നമ്മളെ വിളിക്കുന്നത്. അതൊരു പര്യാപ്തമായ സമയമല്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇതുപോലൊരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വിളിക്കുമ്പോൾ അതിനൊരു സമയം വേണം. സമയമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എടുത്ത തീരുമാനം നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അത് വളരെ യുക്തിസഹമാണെന്ന് പിന്നെ മനസ്സിലായി. പ്രധാനമന്ത്രിയെയാണ് ക്ഷണിച്ചത്. പ്രധാനമന്ത്രി പോയില്ലെന്ന് മാത്രമല്ല, ജയശങ്കറിനെയാണ് പിന്നെ വിടേണ്ടത്. ജയശങ്കറിനെയും വിട്ടില്ല. അദ്ദേഹത്തിൻ്റെയും താഴെയുള്ള സഹമന്ത്രിയായിട്ട് നമ്മളധികം പേരും കേട്ടിട്ടില്ലാത്ത കീർത്തിവർദ്ധൻ സിംഗിനെയാണ് വിട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗോപൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രംപിന് ഹസ്തദാനം ചെയ്യേണ്ടി വരും മോദിക്ക്. കീർത്തിവർദ്ധൻ സിംഗ് ആകുമ്പോൾ കുഴപ്പം വരില്ല. ചിലപ്പോൾ ഹസ്തദാനം കൊടുക്കാൻ ട്രംപ് തയ്യാറായെന്ന് തന്നെ വരത്തില്ല. കാരണം ഈക്വൽ സ്റ്റാറ്റസിലുള്ള ആൾക്കാർക്കാണ് അവിടെ കൈ കൊടുക്കുന്നത്. ഒരുമിച്ച് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടല്ലോ. ഈക്വൽ സ്റ്റാറ്റസ് അല്ലാത്തതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഉച്ചകോടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ ചില പ്രോട്ടോക്കോളുണ്ട്, ബ്ലൂ ബുക്കുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു. ഈ കീർത്തിവർദ്ധൻ സിംഗ് എന്ത് പറഞ്ഞെന്ന് പോലും പ്രശ്നമായിട്ടില്ല. പക്ഷേ ആ ഗാസ കരാർ പൊളിഞ്ഞു. വെടിവെപ്പ് തുടങ്ങി. ശവം വിട്ട് കിട്ടിയിട്ടുമില്ല. അതിലെ 2 പ്രധാന വ്യവസ്ഥകൾ പൊളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പോയിരുന്നത് നന്നായി ഒരു കണക്കിനെന്ന അഭിപ്രായം. ഒരൊറ്റ ദിവസത്തെ മാത്രം ആയുസ്സുള്ള ഒരു സമാധാനം എന്തിനാ? അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് സമാധാനം നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ. പിന്നെ അത് വീണ്ടും യുദ്ധത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഇത് ശാശ്വതമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. നമ്മളത് ആഗ്രഹിച്ചതല്ലെങ്കിലും അതിപ്പോൾ സംഭവിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ചൊവ്വേ എന്നുള്ളതാണ് നരേന്ദ്രമോദി. മോദി ചെയ്യുന്നത് ട്രംപിൻ്റെ മുഖത്ത് നോക്കി അത് പറയും. മുഖത്ത് നോക്കിയാണ് പറയുന്നത്. അപ്പുറത്തൂടെ അവരുടെ ഡിപ്ലോമസി ഒന്നുമില്ല, കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. അതുകൊണ്ടാണ് ട്രംപ് തന്നെ മോഡി ഈസ് എ ഫാർ ഗ്രേറ്റർ ബാർഗെയിനർ എന്ന് പറഞ്ഞാൽ വിലപേശൽക്കാരൻ എന്നാണ്. ബാർഗെയിനർ ദാൻ മീ, എന്നേക്കാൾ വലിയൊരു വിലപേശൽക്കാരനാണ് മോദി എന്ന് പറഞ്ഞത്. ബാർഗെയിൻ്റെ കാര്യത്തിൽ മിടുക്കനാണെന്ന് പറഞ്ഞത്. അത് സമ്മതിക്കേണ്ടി വന്നു ട്രംപിന്. അപ്പം നേരെ ചൊവ്വേ പറയുക, അങ്ങനെ പ്രവർത്തിക്കുക. പക്ഷേ ഇവിടെ ട്രംപ് ചെയ്ത് നേരെ ചൊവ്വേ പറഞ്ഞില്ല, ഇൻഡയറക്റ്റായിട്ട് പാരാന്ന് നമ്മൾ പറയുന്നത്. ആ പാരയാണ് വെച്ചത്. അതായത് നമ്മുടെ കൂടെ ഒരേ സമയം സംസാരിക്കുകയും മോദി എന്ന് പറയപ്പെടുന്ന എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. അതെ, അതിങ്ങനെ വാതോരാതെ പറയുകയും അതേസമയം തന്നെ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത പ്രതികൂലമായ തരത്തിലുള്ള വ്യാപാര കരാറുകൾ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലത്തെ പാര അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ മോദി ഒന്നും മണ്ടന്മാരല്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്ന ഈ കേന്ദ്രമന്ത്രിസഭ എന്ന് പറയുന്ന മണ്ടന്മാരുടെ സംഘമല്ലല്ലോ. അപ്പൊ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായി. മോദിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. നമ്മളെ സുഖിപ്പിക്കുകയും ഒപ്പം തന്നെ നമുക്കിട്ട് പണി വയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ അല്ലേ, വിവേകപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ കീർത്തിവർദ്ധൻ സിംഗിനെ അയക്കുകയും ബാക്കി 2 പേരും പോകാതെ, അതായത് പ്രധാനമന്ത്രിയും പോയിട്ടില്ല, ഈ പറയുന്ന പോലെ ജയശങ്കറും പോകാത്തൊരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും 100% ശരിയായിട്ടുള്ളൊരു വ്യാഖ്യാനമാണത്, ശരിയായിട്ടൊരു ആംഗിളുമാണത്. പിന്നെ വ്യാപാരം, നമ്മളൊരു കാര്യം പറഞ്ഞ ഗോപ, വ്യാപാരം ആണല്ലോ മുഖ്യ വിഷയം. അതിലാണല്ലോ ഇത് വന്നിരിക്കുന്നത്. വ്യാപാരം എന്നുള്ളതിന് 3 അക്ഷരമുണ്ട്. ആദ്യത്തെ ആ അക്ഷരം ഇങ്ങോട്ട് മാറ്റി എന്താ പിന്നുള്ളത്? അതാണ് അവർ നടത്തിയത്. അമേരിക്ക നടത്തിയതാണ്. അതിൻ്റെ തിരിച്ചടിയാണ്. ഇങ്ങനെ ആശ്ലേഷിച്ച് നിൽക്കുക, എന്നിട്ട് പുറകെ കൂടെ കുത്തുക. ആ 2 അക്ഷരമുള്ള വാക്കുണ്ടല്ലോ, അതെടുത്ത് പ്രയോഗിക്കുക. ഈ വൃത്തികെട്ട പരിപാടിയാണ് അമേരിക്ക കാണിച്ചത്. ഈ മോഡി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം വാങ്ങിക്കാനാണ് അവിടെ പോയി ഈജിപ്തിൽ പോയത്. ചമ്മി നാറിപ്പോയി. ഇത് ലോക ചരിത്രത്തിലെ പക്ഷേ ഒരു ഗിന്നസ് ബുക്കിൽ വരേണ്ട ഒരു കരാറായി. കാരണം ഇത് ക്യാമ്പ് ഡേവിഡ് കരാർ ശാശ്വതമായിട്ട് നടപ്പാക്കപ്പെട്ടു. പക്ഷേ ഈ കരാർ എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞു. അല്ല, അത് നമ്മൾ തന്നെ പറഞ്ഞു, ഇതൊരു ടെമ്പററി സെറ്റപ്പാണ്. പെട്ടെന്ന് ഒരു കരാർ ഉണ്ടാക്കി അത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ സമാധാന കരാറിന്റെ
ഇടപെട്ട വ്യക്തി എന്ന തരത്തിലൊരു നോബൽ സമ്മാനത്തിന്റെ അതിന് വേണ്ടിയിട്ട് മാത്രം പൊളിഞ്ഞു. കിട്ടിയതുമില്ല, ഈ പ്രാവശ്യം കിട്ടുമെന്നാ. എന്നിട്ട് ഇതിപ്പോ ലോകത്തിലെ ഒരു പ്രസിഡന്റും നൊബേൽ കമ്മിറ്റിയെ ചീത്ത വിളിച്ചിട്ടില്ല. തനിക്ക് നൊബേൽ സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് നൊബേൽ കമ്മിറ്റിയെ ചീത്ത വിളിച്ച മനുഷ്യൻ. എന്ന് മാത്രമല്ല, ഒബാമ തൻ്റെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനപാത്രമായ ഒബാമയ്ക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് കുറ്റപ്പെടുത്തി, ഒബാമയെ തന്നെ കുറ്റപ്പെടുത്തി, നാറ്റിച്ചു, അമേരിക്കയെ തന്നെ നാറ്റിച്ചു കളഞ്ഞു. ഈ അരിപ്രാഞ്ചി എന്ന് വിളിപ്പിക്കാവുന്ന ഈ നോബൽ സമ്മാന മോഹി. അതാണ് സംഭവിച്ചത്. രാജ്യത്തിന് അപമാനമാണ് ആ മനുഷ്യൻ. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്ക് എങ്ങനെ അപമാനമാവുന്നു അതുപോലെ തന്നെ അപമാനമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇതുപോലെ നാണംകെട്ട ഒരു കരാറുണ്ട്. എല്ലാവരും കൂടി വലിയ ആഘോഷമായിട്ട് കരാർ ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ആ കരാർ ചോരയായിട്ട് ഒഴുകുകയാണ് ഇപ്പോൾ ഗാസയിൽ. 9 പേരെയാണ് കൊന്നത് ഇസ്രായേൽ. അതുപോലെ തന്നെ ട്രക്കുകൾ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സഹായങ്ങളുടെയും സാധനങ്ങളുമായിട്ട് വന്ന ട്രക്കുകൾ 300 തടഞ്ഞു, തിരിച്ചു വിട്ടു. ഇതാണോ സമാധാനം? അതാണെങ്കിൽ സമാധാനത്തിനുള്ള ഒരു വലിയ പരിഹാസ രൂപേണ ചില അവാർഡ്, ഓസ്കാറിന് പകരമായിട്ട് പരിഹാസത്തെ ഏറ്റവും മോശം ചിത്രം എന്ന് പറഞ്ഞുള്ള അവാർഡ് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മോശം സമാധാന ദൂതൻ എന്നുള്ള അവാർഡ് വേണമെങ്കിൽ ട്രംപിന് കൊടുക്കാം. ഇന്ത്യയുടെ ഒരു നയതന്ത്ര രൂപീകരണമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ കാണിക്കുന്ന ഒരു നയതന്ത്ര വ്യാപാര കരാറാണെങ്കിലും അല്ല നയതന്ത്ര സ്വാതന്ത്ര്യമാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഈ നയതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ട്രംപ് കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് വ്യക്തിപരമായിട്ടുള്ളൊരു സൗഹൃദം. ആ സൗഹൃദത്തിനാണല്ലോ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞ് മോദിയെ ഇങ്ങനെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ലോക നേതാവ് എന്ന രീതിയിൽ മോദി എന്ന് പറയപ്പെടുന്നത് ട്രംപിനേക്കാൾ വളരെയധികം ഉയരത്തിലാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തന്നെ. ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകേണ്ടത്. ട്രംപ് ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ മോദി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ട്രംപിന് കഴിയുമോ? തീർച്ചയായിട്ടും. നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ ബാലിശവും പക്വമല്ലാത്തതുമായിട്ടുള്ള പ്രസ്താവനകളും തീരുമാനങ്ങളുമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏറ്റവും പക്വമായിട്ടുള്ളതും കുറിക്കുകൊള്ളുന്നതുമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യ എടുക്കുന്നത്. വേണമെങ്കിൽ ഈ വ്യാപാര കരാറിലെ നമ്മുടെ ചുങ്കം, വ്യാപാര കരാറിന് മുമ്പ് നമ്മുടെ ചുങ്കം 50% കൂട്ടിയതിൻ്റെ പേരിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാമായിരുന്നു നരേന്ദ്രമോദിക്ക്. പക്ഷേ വളരെ പക്വമായ രീതിയിൽ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെയാണ് ചെയ്തത്. അതുപോലെ വേറൊരു ഉദാഹരണം കൂടെ പറയാൻ ഗോവ. ഇയാൾ ഇപ്പോൾ 24 തവണ നൊബേൽ സമ്മാനം കിട്ടാനുള്ള ആവേശത്തിരകളിൽ അദ്ദേഹം ഏതാണ്ട് 24 തവണയോളം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തീർത്തത് ഞാനാണ്, ഒരു തെളിവുമില്ലാതെ. പക്ഷെ മോദി അതിന് നേരെ പ്രതികരിക്കാൻ പോയില്ല. പാർലമെൻറ്റിൽ പ്രതികരിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ പ്രതികരിച്ചു. ലോകത്തിലെ ഒരു നേതാവും ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഉള്ള ചർച്ചകൾ ഞങ്ങളുമായിട്ട് നടത്തിയിട്ടില്ല, പാകിസ്ഥാനുമായിട്ട് നടത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു യുദ്ധം രൂക്ഷമാകാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രൂക്ഷമായിക്കോട്ടെ, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പാക്ക് ചെയ്യുക ചെയ്തത്. പിന്നെ അല്ല, വലിയ യുദ്ധം ഉണ്ടാവും, പാകിസ്ഥാൻകാർ തങ്ങളോട് പറഞ്ഞു അമേരിക്ക ഇടപെട്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കണം. അത് നിങ്ങൾ വേണ്ട, അമേരിക്കയുടെ വാർ കമാൻഡർ, യുദ്ധ കമാൻഡറോട് പറയുക ഞങ്ങളുടെ സൈനിക കമാൻഡറുമായിട്ട് സംസാരിക്കാൻ, അല്ലാതെ രാഷ്ട്രീയ തലത്തിൽ ഒരു ചർച്ചയും വേണ്ട എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ശരിക്കും ആദ്യ ഇനിഷ്യേറ്റീവ് എടുത്ത് പാകിസ്ഥാൻ്റെ യുദ്ധ കമാൻഡറാണ്. ആ കമാൻഡർ ഇന്ത്യയുടെ കമാൻഡറിനെ വിളിക്കുന്നു. അങ്ങനെയാണ് യുദ്ധത്തിന് ഒരു അറുതി വരുത്തുന്നത്. ഇന്ത്യ പറഞ്ഞ കണ്ടീഷൻസ് അവർ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഭീകരാക്രമണം ആസൂത്രിതമായ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അവസാനിച്ചത്. ഈ ഉച്ചകോടിയിലേക്ക് ഈ ഷെഹാസ് ഷെരീഫും എത്തും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മോദിയെയും ഷെഹ്ബാസ് ഷെരീഫിനെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് അതിന്റെ നടുക്ക് നിന്ന് ഒരു ഫോട്ടോ എടുക്കുക, ഒരു ഫോട്ടോഷൂട്ടിലേക്ക് എത്തുക എന്നുള്ള ട്രംപിന്റെ ഒരു മോഹം. പക്ഷെ അത് നടന്നില്ല. വളരെ കൃത്യമായിട്ട് പൊളിച്ചു എന്നുള്ളത്. അപ്പോൾ ട്രംപ് അവിടെയും ഉദ്ദേശിക്കുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 4 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒരു ഭാഗമായിരുന്നു, മറ്റൊരു നമ്പറായിരുന്നു. അങ്ങനെ ഈ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ഞങ്ങളിതാ ഒരുമിപ്പിച്ചിരിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതീതി വരുത്താമായിരുന്നു. അത് ട്രാപ്പായിരുന്നു. മോദി വീണില്ല. അതെ. അതിലും മോദി അതിൽ നിന്നും വളരെ വിദഗ്ധമായിട്ട് മുമ്പോട്ട് പോയി. അവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രമാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളതും. ഒപ്പം ഈ പറയുന്ന വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഇതിനകത്ത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനകത്ത് മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയോടും ഒരിക്കലും ഏശില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത്. തീർച്ചയായിട്ടും. തന്നെയല്ല, ഇതിനകത്ത് പാകിസ്ഥാന് നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല വൻപിച്ചൊരു പരാജയം പാകിസ്ഥാന് സംഭവിച്ചു. നൊബേൽ സമ്മാനത്തിന് ഇദ്ദേഹത്തെ ശുപാർശ ചെയ്തുകൊണ്ട് നൊബേൽ കമ്മിറ്റിക്ക് എഴുതി. അവർ തിരസ്കരിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നു, നാണക്കെട്ട് പോയില്ലേ.
നാണക്കെട്ടു കൊടുത്തില്ല. പാകിസ്ഥാൻ പോലെ ഈ ടെററിസത്തിൻ്റെ കയറ്റുമതിക്കാരായ ഒരു രാഷ്ട്രം പറയുന്നത് അവർ നിരാകരിച്ചു. അങ്ങനെ ചെപ്പക്കുറ്റിക്ക് വീണ്ടും ഒരടി കൂടി കിട്ടി പാകിസ്ഥാന്. ട്രംപ് നാറി. സമാധാന സമ്മേളനം ഇന്ത്യ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ട്രംപിന് കിട്ടുമായിരുന്നു. ഇന്ത്യ ശുപാർശ ചെയ്താൽ അത് കേൾക്കാതിരിക്കില്ല അവർ. പക്ഷേ ഇന്ത്യ ശുപാർശ ചെയ്തില്ല. അതിൻ്റെ കൊതിക്കറിവിനാണ് അയാൾ അസീം മുനീറിനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് മൂക്കുമുട്ട ശാപ്പാട് കൊടുത്ത് സൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടുമെന്ന് അല്ല, നമ്മളിവിടെ ഇതൊക്കെ പറഞ്ഞാലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും അമേരിക്കയിലെ ഈ ട്രംപിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് മോദിക്ക് അറിയാം, അല്ലേ? മോദിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു വിടുവായനാണെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യനായ ഒരു വ്യക്തിയാണെന്നും അഹങ്കാരിയാണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സന്ദർശനങ്ങളൊക്കെ മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിനകത്തുനിന്നൊരു ഒരു തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം കിട്ടുന്ന എന്തെങ്കിലും വരട്ടെ എന്നുള്ളതല്ലാതെ ട്രംപിനുള്ള ഒരു അമിതമായ സ്നേഹമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഹൃദമോ ഒന്നും മോദി സത്യത്തിൽ കാത്തു സൂക്ഷിക്കുന്നില്ല. 100% ശരിയാണ്. കറക്റ്റ് ഒബ്സർവേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.